ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ക്ലരീഷ്യൻ സഭയുടെ തിരുവനന്തപുരത്ത് ഒരാശ്രമമുണ്ട്. തെരുവിൽ അലഞ്ഞു നടക്കുന്ന മാനസിക രോഗികളെ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുക. അങ്ങനെ 70ഓളം പേര് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 1 വർഷത്തോളം എനിക്ക് സേവനം ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തത് അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ ഈശോയുടെ പാട്ട് വെച്ച് കൊടുക്കുമ്പോൾ അവർ ഇങ്ങനെ അത് ലയിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലരും ആ പാട്ട് മൂളിപ്പാട്ടായിട്ട്, അവർക്ക് ആദ്യം പാട്ടൊന്നും ഈശോയുടെ പാട്ട് അത്രയൊന്നും അറിയത്തില്ലെങ്കിലും അവർ ലയിച്ച് ആ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നതായിട്ട് ഒരു സാന്ത്വനമായിട്ട് മാറുന്നത് ഈശോയുടെ പാട്ടുകളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥതകളൊക്കെ മാറുവാൻ, സാന്ത്വനം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഈശോയുടെ ഒരു നല്ല പാട്ടുകാരനച്ഛനാണ്, ഫാദർ ജോസ് വടക്കേടത്ത്. ഏറെ സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ്റെ നിരവധി പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ പാട്ടുകളും സൂപ്പറാണ്, അടിപൊളിയാണ്, നല്ല ഫീലിംഗ് ഉള്ള പാട്ടുകളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന അച്ഛൻ ആദ്യം പാടിയ പാട്ടുണ്ടല്ലോ, പ്രൊഫഷണലായിട്ട് ആദ്യം പാടിയ പാട്ട്, ആ പാട്ട് ഈ എപ്പിസോഡിന് ആദ്യം ഒന്ന് പാടുക. അതിനുശേഷം മറ്റു വിശേഷങ്ങൾക്ക് നമുക്ക് കിടക്കാം. തീർച്ചയായും ആദ്യത്തെ പാട്ട് പാടാം. ഹൃദയത്തിലങ്ങയെ സ്വീകരിക്കാൻ എന്നിലും ഞാനങ്ങിലും വസിച്ചിടുവാൻ ദാഹമോടങ്ങയെ ഞാൻ വിളിച്ചിടുന്നു. യേശുവേ എന്നുള്ളിൽ വന്നിടണമേ. ഹൃദയത്തിലങ്ങയെ സ്വീകരിക്കാൻ എന്നിലും ഞാനങ്ങിലും വസിച്ചിടുവാൻ ദാഹമോടങ്ങയെ ഞാൻ വിളിച്ചിടുന്നു. യേശുവേ എന്നുള്ളിൽ വന്നിടണമേ. ആത്മാവിൽ വിരിയുന്ന കീർത്തന പൂക്കളാൽ അങ്ങയെ വരവേൽക്കാം. ആത്മാവിൽ വിരിയുന്ന കീർത്തന പൂക്കളാൽ അങ്ങയെ വരവേൽക്കാം. തൃപ്പാദം മിഴിനീരാൽ കഴുകിടാം ഞാൻ, സ്നേഹത്തിൻ തൈലം പൂശാം. തൃപ്പാദം മിഴിനീരാൽ കഴുകിടാം ഞാൻ, സ്നേഹത്തിൻ തൈലം പൂശാം. തേജസ്സു തൂകും തിരുമുഖം കണ്ടു ഞാൻ തിരുമുമ്പിലായിരിക്കാം. തേജസ്സു തൂകും തിരുമുഖം കണ്ടു ഞാൻ തിരുമുമ്പിലായിരിക്കാം. തിരുമുമ്പിലായിരിക്കാം. ഹൃദയത്തിലങ്ങയെ സ്വീകരിക്കാൻ എന്നിലും ഞാനങ്ങിലും വസിച്ചിടുവാൻ ദാഹമോടങ്ങയെ ഞാൻ വിളിച്ചിടുന്നു. യേശുവേ എന്നുള്ളിൽ വന്നിടണമേ. അങ്ങയെ
കണ്ടു കണ്ടാഗ്രഹം തീർന്നതാം കണ്ണുകൾ ഭൂവിലുണ്ടോ? അങ്ങയെ കണ്ടു കണ്ടാഗ്രഹം തീർത്തതാം കണ്ണുകൾ ഭൂവിലുണ്ടോ? അങ്ങയെ പാടി സ്തുതിച്ചു തളർന്നതാം നാവുകൾ പാരിലുണ്ടോ? അങ്ങയെ പാടി സ്തുതിച്ചു തളർന്നതാം നാവുകൾ പാരിലുണ്ടോ? അങ്ങു വന്ന ആത്മാവിൻ വാഴ്വതിന്മേലയായി ആനന്ദം വേറെയുണ്ടോ? അങ്ങു വന്ന ആത്മാവിൽ വാഴ്വതിന്മേലയായി ആനന്ദം വേറെയുണ്ടോ? ആനന്ദം വേറെയുണ്ടോ? ഹൃദയത്തിലങ്ങയെ സ്വീകരിക്കാൻ എന്നിലും ഞാനങ്ങിലും വസിച്ചിടുവാൻ ദാഹമോടങ്ങയെ ഞാൻ വിളിച്ചിടുന്നു. യേശുവേ എന്നുള്ളിൽ വന്നിടണമേ. യേശുവേ എന്നുള്ളിൽ വന്നിടണമേ. യേശുവേ എന്നുള്ളിൽ വന്നിടണമേ. അസാധ്യമായിട്ട് പാടി. ഇങ്ങനെ ഞാൻ ഓർക്കുന്ന ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വേറെ ആരും ഉണ്ടാകരുത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഈശോയെ മാത്രം, അതെ, വേറെ ആരും ഉണ്ടാകരുത്, ഞാനും ഈശോയെ മാത്രം. ദാഹത്തോടെ ഞാൻ വിളിക്കുന്നു. അത് ആ വാക്കുകൾ തന്നെ. നമുക്ക് ദാഹം ഉണ്ടാകുമ്പോഴാണ് വെള്ളത്തിന് ടേസ്റ്റ് വരുന്നത്. തീർച്ചയായും. അപ്പോൾ ദാഹത്തോടെ ആ ഒരു നിമിഷം, ആ ദാഹത്തോടെ അത്രമാത്രം ആഗ്രഹത്തോടെ എനിക്ക് ഈശോയുടെ മുമ്പിൽ, അത് ഞാൻ ഒറ്റയ്ക്കിരുന്നാലാണ് എനിക്ക് ആ ആഗ്രഹം വരികയുള്ളൂ. ആ ഒരു ഫീലിംഗ് ആയിരുന്നു. ഒറ്റയ്ക്കിരുന്ന് ഈശോയുടെ ഇങ്ങനെ ഈ ദിവ്യകാരം എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഈ പാട്ടങ്ങ് പ്ലേ ചെയ്യണം. നമ്മൾ ആ ഒരു മൂഡിൽ ഇങ്ങനെ. ഈ പാട്ട് എഴുതിയത് നമ്മുടെ ക്രിസ്ത്യൻ ഭക്തിഗാന രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ തോമസ് എടയാൽ MCBSന് അറിയാവുന്നതല്ലേ? അച്ഛനാണ് പാട്ട് എഴുതിയത്. അച്ഛൻ്റെ ഓരോ പാട്ടും ദിവ്യകാരൻ്റെ ഉപാസകനാണ് അച്ഛൻ. അച്ഛൻ്റെ ധ്യാനിച്ച് എഴുതിയ പാട്ടാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ഫീലിങ്ങും ശക്തി ലിറിക്സിലുണ്ട്, പാട്ടിനുണ്ട്. പിന്നെ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രൊഫഷണലായിട്ട് പാടിയ ഏറ്റവും ആദ്യത്തെ പാട്ടാണ്, റെക്കോർഡ് ചെയ്ത ആദ്യത്തെ പാട്ടാണ്. അപ്പം ഇത് സംഗീത സംവിധാനം ചെയ്തത് മ്യൂസിക് ഡയറക്ടർ നമ്മുടെ പ്രിയങ്കരനായ KG പീറ്റർ സാറാണ്. അപ്പം ആദ്യമായിട്ട് ഈ പാട്ട് പാടിയാണ് ഞാൻ ഇങ്ങനെ പ്രൊഫഷണൽ രംഗത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ ഓർക്കും ചെയ്ത് അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ പറഞ്ഞു പാട്ട് പഠിച്ചിട്ടില്ലെന്ന്. പാട്ട് പഠിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് പാട്ടുകൾ, ഇതൊക്കെ സെമി ക്ലാസിക്കലാണ്. ഞാൻ കണ്ടിരിക്കുന്ന അച്ഛൻ്റെ പാട്ടെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഒട്ടുമിക്കതോ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് സെമി ക്ലാസിക്കൽ ടച്ചോട് കൂടിയാണ്. അപ്പോൾ പാട്ട് പഠിക്കാതെ എങ്ങനെ പാടാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ലെവൽ അച്ഛൻ എത്തിച്ചേർന്നു. അതൊരു യാഥാർത്ഥ്യമാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ. സ്റ്റുഡിയോയിൽ കയറുമ്പോഴേക്കും നമ്മൾ സിമ്പിൾ പാടുന്ന പോലെ നമുക്ക് പള്ളിയിൽ പാടാം, കുർബാന തീർച്ചയായും നമുക്ക് ആത്മീയ സാന്നിധ്യമാണ്, നമുക്ക് പാടാം, കുർബാനയൊക്കെ ചൊല്ലാം. അതുപോലെ തന്നെ ചെറുപ്പകാലത്തും പിന്നെ സെമിനാറിലൊക്കെ നമ്മൾ ഈ സ്റ്റുഡിയോ അല്ലല്ലോ, മൈക്കെടുത്തു പാടുന്നു. അതിൽ നമ്മുടെ പാട്ട് എങ്ങനെയുണ്ടെന്ന് അങ്ങനെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുക പോലുമില്ല. സ്റ്റുഡിയോയിലാകുമ്പോൾ നമുക്കൊരു, എൻ്റെ ആദ്യ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സ്റ്റുഡിയോ എക്സ്പീരിയൻസ് നമ്മൾ സാധാരണ മൈക്ക് പാടിയൊരു പരിചയം മാത്രമുള്ളായിരുന്നു. ഇത് ഓരോ വാക്കും, അതായത് മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയാൽ മാത്രമേ അവർ ബാക്കി മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ, വളരേണ്ട മേഖലകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഓരോ വാക്കും ഓരോ ലൈനും എങ്ങനെയാണ് പാടേണ്ടത്, സ്ട്രെസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ആലപിക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങനെ പയ്യെ പയ്യെ പഠിച്ചു വന്നു. അങ്ങനെയാണ് ഇപ്പോൾ കുറേ പാട്ടുകൾ പാടാൻ ഇടയായത്. ഇനിയും ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു, നമ്മളൊന്നൊന്നുമല്ല. താങ്ക് യു അച്ഛാ. അപ്പം നമുക്ക് അടുത്ത പാട്ടിലേക്ക് കിടന്നാലോ? കിടക്കാം.
ലിസിവിൻ റാണി ചെറുസൂനമേ, സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ. ലിസിവിൻ റാണി ചെറുസൂനമേ, സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ. കർമ്മലാരാമത്തിൻ ലാവണ്യമേ, കർമ്മലാരാമത്തിൻ ലാവണ്യമേ, വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ അമ്മേ, വണങ്ങുന്നു നിന്നെ ഞങ്ങൾ. ഭാഗ്യവതി ചെറുപുഷ്പമേ, പുണ്യമാം കൊച്ചു ത്രേസ്യേ. ഭാഗ്യവതി ചെറുപുഷ്പമേ, പുണ്യമാം കൊച്ചു ത്രേസ്യേ. നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ, നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ. ഉണ്ണീശോതൻ ചെറുസൂനമേ, സ്വർഗീയ തേജസിൻ ചൈതന്യമേ. ഉണ്ണീശോതൻ ചെറുസൂനമേ, സ്വർഗീയ തേജസിൻ ചൈതന്യമേ. ശാന്തിയും കാന്തിയും നിറഞ്ഞവളെ, നമിക്കുന്നു നിന്നെ ഞങ്ങൾ വിശുദ്ധേ, പുകഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ. ഭാഗ്യവതി ചെറുപുഷ്പമേ, പുണ്യമാം കൊച്ചു ത്രേസ്യേ. ഭാഗ്യവതി ചെറുപുഷ്പമേ, പുണ്യമാം കൊച്ചു ത്രേസ്യേ. നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ, നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ. നിർമ്മല മാനസി ചെറുസൂനമേ, അഴകാർന്നൊരാത്മാവിൻ സൗന്ദര്യമേ. നിർമ്മല മാനസി ചെറുസൂനമേ, അഴകാർന്നൊരാത്മാവിൻ സൗന്ദര്യമേ. സൗമ്യത ശുദ്ധിയും തികഞ്ഞവളെ, നമിക്കുന്നു നിന്നെ ഞങ്ങൾ വിശുദ്ധേ, പുകഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ. ലിസിവിൻ റാണി ചെറുസൂനമേ, സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ. ലിസിവിൻ റാണി ചെറുസൂനമേ, സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ. കർമ്മലാരാമത്തിൻ ലാവണ്യമേ, കർമ്മലാരാമത്തിൻ ലാവണ്യമേ, വാഴ്ത്തുന്നു നിന്നെ ഞങ്ങൾ അമ്മേ, വണങ്ങുന്നു നിന്നെ ഞങ്ങൾ. ഭാഗ്യവതി ചെറുപുഷ്പമേ, പുണ്യമാം കൊച്ചു ത്രേസ്യേ. ഭാഗ്യവതി ചെറുപുഷ്പമേ, പുണ്യമാം കൊച്ചു ത്രേസ്യേ. നിന്നുടെ മക്കൾക്കായെന്നും പ്രാർത്ഥിച്ചിടണമേ, നിന്നുടെ മക്കൾക്കായി
പ്രാർത്ഥിച്ചിടണമേ. ലിസിവിൻ റാണി ചെറുസൂനമേ, സ്വർഗീയ രാജ്ഞി തൻ ചെറുപുഷ്പമേ. ബ്യൂട്ടിഫുൾ, സൂപ്പറായിട്ടുണ്ട്. താങ്ക് യു. നല്ല പാട്ട്. ഇത് മിഷൻ ലീഗിനോട് അനുബന്ധിച്ചുള്ള? അതെ, മിഷൻ ലീഗിൻ്റെ 75-ാം വാർഷികമായിരുന്നു, പ്ലാറ്റിനം ജൂബിലി ആയിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം. ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ തൊടുപുഴ കോതമംഗലം രൂപതയിലെ മിഷൻ ലീഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇടവകയാണ്, യൂണിറ്റാണ് തൊടുപുഴ ടൗൺ പള്ളിയിലെ കൊച്ചച്ചനായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയ ഏറ്റവും നല്ല മികച്ച ഒരു ശാഖയായ കോതമംഗലത്ത് ഏറ്റവും മികച്ച ശാഖയായ തൊടുപുഴ ഇടവകയിൽ നല്ല രീതിയിൽ മിഷൻ ലീഗിൻ്റെ വാർഷികം പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കണമെന്നൊരു തീരുമാനം ഉണ്ടായി. അതിനെ തുടർന്ന് അവിടുത്തെ ആനിമേറ്റർ സിസ്റ്ററായിരുന്ന സിസ്റ്റർ ടെസ്മി SH സിസ്റ്റർ ഇങ്ങനെ അവിടുത്തെ എൻ്റെ വികാരിച്ചനായിരുന്ന സ്റ്റാൻലി കുന്നേലച്ചനോട് ഇങ്ങനെ പാട്ട് എഴുതാൻ, വിശുദ്ധ കൊച്ചുറേസയെക്കുറിച്ചൊരു പാട്ട് എഴുതാൻ പറഞ്ഞു, എന്നോട് പാടാനും പറഞ്ഞു. അപ്പോൾ മനോഹരമായ രീതിയിൽ സ്റ്റാൻലി കുന്നേലച്ചൻ അച്ഛൻ എഴുതിയ പാട്ട് എഴുതി, ഇടവക വികാരിച്ചൻ പാട്ട് എഴുതി, ഇടവക കൊച്ചച്ചൻ പാട്ട് പാടി. ആദ്യമായിട്ട് കേൾക്കുവാണ്. അതെ. അപ്പോൾ കോറസ് പാടിയത് ഇടവകയിലെ കുഞ്ഞുങ്ങൾ തന്നെയാണ്, മിഷൻ ലീഗ് കുഞ്ഞുങ്ങൾ തന്നെയാണ്, കുട്ടികളാണ് ഇടവകയിൽ പാടിയത്. അപ്പോൾ ഇടവകയുടെ സംരംഭമായിട്ട് മിഷൻ ലീഗ് തൊടുപുഴ യൂണിറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ പാട്ട്, സംരംഭ ഫലമായിട്ടാണ് ഈ പാട്ട് ഇറങ്ങിയത്. തീർച്ചയായും ചെറുപ്പം മുതലേ മിഷൻ ലീഗിലൂടെ ആഭിമുഖ്യം ഉണ്ടായിരുന്നു, നല്ല താല്പര്യം ഉണ്ടായിരുന്നു, മിഷൻ ലീഗിലൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മിഷൻ ലീഗിലൂടെ വളർന്നു വന്നിട്ടുണ്ട്. ദൈവ അനുഗ്രഹമാണ്. കാരണം മിഷൻ ലീഗിലൂടെ പ്രവർത്തിച്ചു വന്നു, പിന്നെ അത് മിഷൻ ലീഗിൻ്റെ ഒരു പാട്ട്, കൊച്ചി ത്രേസ്യയുടെ മധ്യസ്ഥ ഒരു പാട്ട് പാടാൻ തന്നെ ഒരു ഭാഗ്യച്ഛനുണ്ട്. ഞാനിരുന്ന ഇടവകളിലെല്ലാം തന്നെ മിഷൻ ലീഗ് അത്യാവശ്യം ആക്റ്റീവായിട്ട് നടത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനൊക്കെ പരമായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു ഹരമായി അച്ഛൻ്റെ കൂടെ പാടുക. അല്ല, എല്ലാവരും ചേർത്താണല്ലോ ഈ പാട്ടും റിലീസ് ചെയ്ത്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും ഇൻവോൾവ്മെൻറ്റ് ഡാൻസിലൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പ്രാർത്ഥനയൊക്കെ. അപ്പോൾ പിള്ളേരുടെയൊക്കെ ഒരു ഹരമായി മാറിയിരിക്കുകയാണ് പാട്ട് പാടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകാരനച്ഛനൊക്കെ ആയിരിക്കും. ഇനി ദൈവം അനുഗ്രഹിക്കട്ടെ അച്ഛാ, തുടർന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഇനി ഒരു പാട്ട് കൂടി പാടിയാലോ? തീർച്ചയായും പാടാം. ഏത് പാട്ടാ അച്ഛാ പാടാൻ ഉദ്ദേശിക്കുന്നത്? ഈയിടെ ഇറങ്ങിയ ഏറ്റവും ഹിറ്റായൊരു പാട്ടുണ്ട്, സിയോൺ ക്ലാസിക്സിൽ ഇറങ്ങിയ ഈശ്വരൻ എന്ന് പറയുന്ന ആൽബം, കരുണാദ്ര സ്നേഹം എന്ന് പറഞ്ഞ ചിത്രചേച്ചി ആലപിച്ച പാട്ട്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പാടാം. ഓക്കെ. സ്നേഹം അകതാരിലലിയും ആത്മാവിലാനന്ദം നീ, കാവൽ വിളക്കായി എരിയേണമുള്ളിൽ ചിരകാലമീ സ്നേഹനാളം. ഓരോ രാവും ഓരോ പകലും നിന്മാറിൽ ചാരുന്നു പൈതലായി, എന്നും ഉള്ളിൽ നിൻ സ്നേഹരൂപം, ആരാധന നിനക്കെന്നും. കരുണാർദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിലാനന്ദം നീ.
ചേർത്തെന്നും നിൻ ഹൃത്തിൽ അകലുമീ ധൂർത്തനാം പുത്രനെന്നെ എൻചാരേ വന്നു നീ കൂട്ടത്തിൽ ഏകനാം കുഞ്ഞാടു ഞാൻ മാർഗവും നീ സത്യവും നീ നിത്യജീവൻ ഏകുന്നു നീ ആത്മനാഥനേശുവേ ജീവിക്കും ദൈവത്തിൻ നാമം കരുണാർദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിലാനന്ദം നീ എന്നാളും നിന്റേതായി കരുതേണമേഴയാം നിൻ സുതനേ കാലങ്ങൾ മാഞ്ഞാലും നിൻ സ്നേഹമൊഴിയിൽ ശാശ്വതമേ ആത്മാവും നീ ജീവനും നീ നിത്യസഹായകൻ നീ ഏകനീ പ്രാണനാഥനേശുവേ അത്യുന്ന ദൈവത്തിൻ സൂനു കരുണാർദ്ര സ്നേഹം അകതാരിലലിയും ആത്മാവിലാനന്ദം നീ കാവൽ വിളക്കായി എരിയേണമുള്ളിൽ ചിരകാലമീ സ്നേഹനാളം ഓരോ രാവും ഓരോ പകലും നിന്മാറിൽ ചാരുന്നു പൈതലായി എന്നും ഉള്ളിൽ നിൻ സ്നേഹരൂപം ആരാധന നിനക്കെന്നും. എന്ത് ഫീലിംഗ് ആ ചാച്ചൻ്റെ പാട്ട് കേൾക്കാൻ, ഇങ്ങനെ ലയിച്ചിരുന്നു പോകും. നമുക്കറിയാം ആ പാട്ട് ചിത്ര ചേച്ചി എന്തോരം ഫീലിംഗ് കൊടുത്ത് പാടിയ പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ആ ഫീലിംഗ് ഒട്ടും കളയാതെ തന്നെ അച്ഛൻ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് പാടി, ബ്യൂട്ടിഫുൾ. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ ഒഴുകി ഇറങ്ങുന്ന ഒരു പാട്ട് പാടുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. അപ്പോൾ ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? കാരണം ഒരുപാട് പാട്ടുകളുണ്ട്. ചിത്ര ചേച്ചിയുടെ തന്നെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പോലെ അതിനെക്കുറിച്ചുള്ളൊരു വർണ്ണനയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ളൊരു വിവരണവുമാണ്. ഭയങ്കര ഒരു അനുഭൂതിയാണ്. ചിത്ര ചേച്ചിയുടെ ശബ്ദത്തിൽ കേൾക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അപ്പം അതിൻ്റെ മനോഹാരിത വേറെ ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹൃദയത്തെ മനസ്സിനെ ആത്മാവിനെ ഒരുപോലെ സ്പർശിച്ച ഒരു പാട്ടാണ്. അതുകൊണ്ടാണ് ഈ പാട്ട്. നേരത്തെ പാടിയിട്ടുണ്ടല്ലേ? ഇങ്ങനെ നേരത്തെ പാടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും, പള്ളിയിലും വാർഡ് പ്രാർത്ഥനകൾക്ക് പോകുമ്പോഴും വാർഷികങ്ങൾക്കൊക്കെ പോകുമ്പോഴും പാടിയിട്ടുണ്ട്. ആണല്ലേ? അപ്പോൾ നല്ല റെസ്പോൺസ്. അവരുടെയൊക്കെ റെസ്പോൺസ് എങ്ങനെയാണ് ചാച്ചി? ഈ ഒരു കാരണം അത്രയ്ക്ക് ഫീലിംഗ് ആണ് അച്ഛൻ്റെ പാട്ട്. ഈ പാട്ടിൻ്റെ മനോഹാരിതയുണ്ട്. പിന്നെ ചിത്ര ചേച്ചിയുടെ അത്രയും വരില്ലെങ്കിലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ പാടി. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചിത്ര ചേച്ചിയുടെയൊക്കെ പാട്ട് പാടുമ്പോൾ എന്തെങ്കിലും ഇച്ചിരി പ്രശ്നം വന്നാൽ അത് നമുക്കത് ആളുകൾ കുറ്റപ്പെടുത്തും. പക്ഷേ ഇത് ഫീലിംഗ് ഒട്ടും കുറയാതെ ഒത്തേപോലെ നല്ല രസമായിട്ട് അച്ഛൻ പാടി. പറയാതിരിക്കാൻ വയ്യ. ജിനു ചേട്ടൻ അത് ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛാ, ഈ വേദി ധന്യമായി അച്ഛൻ്റെ സാന്നിധ്യം കൊണ്ട്. അവസാനത്തെ ഈ പാട്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അതുപോലെ സാന്ത്വനമായി. ഈശോ ഉള്ളിൽ നിറഞ്ഞതുപോലെ.
അതിന് കാരണമായി തീർന്ന അച്ഛൻ്റെ ഈ വലിയ സാന്നിധ്യമാണ്, അച്ഛൻ്റെ പാട്ടുകളാണ്. ഇനി ഒരുപാട് പാട്ടുകൾ അച്ഛൻ പാടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒത്തിരി ഒത്തിരി നന്ദി പറയണം. എല്ലാവരുടെയും പേരിൽ അച്ഛന് നന്ദി പറയുന്നു. ഏറെ വിജയങ്ങൾ ആശംസിക്കുകയും ചെയ്യുകയാണ് പാട്ടിൻ്റെ മേഖലയിൽ. താങ്ക് യു, ദൈവത്തിന് നന്ദി. വില്ലച്ച, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ഉറപ്പായിട്ടും ഒരു പാട്ട് പാടാം. അച്ഛാ, ഈ ആൻസൺ ആൻ്റണിയുടെ ഒരു പാട്ടുണ്ട്, കുരിശിൻ്റെ മാറിൽ വെയിലേറ്റ് നിനക്കായി. ഓക്കെ, വളരെ മനോഹരമായൊരു പാട്ടാണ്. ഒരു പാട്ടാണ് അത്, യുവജനങ്ങൾ ഏറ്റെടുത്ത പാട്ടാണ്. എല്ലാ യുവജന കൺവെൻഷനിലും ഈ പാട്ട് പാടുന്നുണ്ട് അവർ, പ്രത്യേകിച്ച് ആരാധന സമയത്തൊക്കെ അവരിങ്ങനെ ലയിച്ച് പാടുന്ന പാട്ട്. ഞാനത് അത്ര എഫക്റ്റൊന്നും വരികയില്ല, എന്നാലും ഞാനത് ആ പാട്ട് പാടാം. തീർച്ചയായും. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. ഇല്ല, ഞാനെങ്ങുമേ പോവുകില്ല. കുരിശിനരികിൽ നിന്നകലുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. ദുരിതങ്ങൾ മാത്രമീ ഭൂവിലെന്ന് കരുതി ഞാൻ ദൈവത്തെ പഴിച്ചുപോയി. ദുരിതങ്ങൾ മാത്രമീ ഭൂവിലെന്ന് കരുതി ഞാൻ ദൈവത്തെ പഴിച്ചുപോയി. എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നിതാ. എൻ ദുഃഖമെല്ലാം മാറ്റുന്നതെന്നാഥനാണെന്നറിയുന്നിതാ. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. കുരിശിൻ്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. വില്ലച്ച, വളരെ മനോഹരമായ രീതിയിൽ ആ പാട്ട് അച്ഛൻ പാടി പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. താങ്ക് യു അച്ഛാ. അച്ഛൻ്റെ എല്ലാ പാട്ടുകളും ഭയങ്കര ഇഷ്ടമായി. നല്ല ഫീലിങ്ങും സാന്ത്വനമായിട്ട് മാറി ഞങ്ങൾക്കെല്ലാവർക്കും. അതാണ് ആ ഒരു പ്രയോഗമാണ് എനിക്ക് പറയാനുള്ളത്, സാന്ത്വനമായിട്ട് മാറി. ഈശോയാൽ ഞങ്ങൾ നിറച്ചു. അപ്പോൾ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ, താങ്ക് യു. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഹൃദയത്തിലങ്ങയെ സ്വീകരിക്കാൻ എന്നിലും ഞാനങ്ങിലും വസിച്ചിടുവാൻ ദാഹമുടങ്ങയെ ഞാൻ വിളിച്ചിടുന്നു. യേശുവേ, എന്നുള്ളിൽ വന്ന്